എക്സാലോജിക് കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന ആരോപണം CMRL സ്ഥിരീകരിച്ചെന്ന് ED ഹൈക്കോടതിയിൽ. സമൻസിനെതിരെ CMRL ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയാണ് EDയുടെ വിശദീകരണം. ECIR റദ്ദാക്കാനാവില്ലെന്നും 2019 റീഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഉപയോഗം കണ്ടെത്തിയിരുന്നുവെന്നും ED ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, മാസപ്പടി നൽകിയെന്ന ആരോപണം CMRL സ്ഥിരീകരിച്ചത് എങ്ങനെയെന്നാണ് ED ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ECIR രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ആരും കുറ്റക്കാരാകില്ലെന്ന് ഈ CMRLന്റെ ഹർജി തള്ളണമെന്ന കേസിൽ ED ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ വിചാരണ സാധ്യത ഉണ്ടാകാം എന്ന് മാത്രമാണെന്നും പറയുന്നു. രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയത് CMRL വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ED പറയുന്നു. വീണ വിജയന്റെ എക്സാലോജിക്കിന് 1.72 കോടി രൂപ നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടതായി പറയുന്നു. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചതെന്ന കമ്പനിയുടെ വാദം തെറ്റാണെന്ന് ED പറയുന്നു. 2019 റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഉപയോഗം കണ്ടെത്തിയിരുന്നുവെന്നും ED ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനായി മാസപ്പടി നൽകിയെന്ന് ആദായ നികുതി വകുപ്പിന് മുന്നിൽ CMRL MD അടക്കം സമ്മതിച്ചതായും ED വ്യക്തമാക്കുന്നുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.